നമസ്കാരം. ഇന്ത്യ ഫസ്റ്റ് അല്ലെങ്കിൽ നേഷൻ ഫസ്റ്റ് എന്നൊക്കെയുള്ള നിലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വളരെ കാര്യമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി 5-6 കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. മെയിനായിട്ട് നമ്മുടെ ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കണം, കുക്കിംഗ് ഓയിലിൻ്റെ ഒരു കൺസംഷൻ കുറയ്ക്കണം, സ്വർണം വാങ്ങിക്കുന്നത് നമ്മൾ കഴിയുന്നതും ഡിലേ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ജനറലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ ഇങ്ങനെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ സീരിയസ് ആയിട്ട് തന്നെ നമ്മുടെ സിറ്റിസൻസ് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ 80-85% ഓയിൽ ഇമ്പോർട്ട് ചെയ്ത് വിദേശ നാണ്യം കൊടുത്ത് നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ, നമ്മളൊരു ക്രിട്ടിക്കൽ ഫേസിലാണ്, വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മുടെ ഓരോ ഡോളറും സ്പെൻഡ് ചെയ്യാൻ എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പറയുന്ന ഈ രൂപയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ഈ മൂല്യം കുറഞ്ഞു വരുന്നു എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. നമ്മുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തന്നെയാണ് ഡോളറിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ബ്രെട്ടൺ വുഡ്സ് വഴി എങ്ങനെയാണ് US ഡോളർ വേൾഡ് കറൻസിയായി മാറിയത്. ഇതിനെപ്പറ്റിയൊക്കെ പല ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഡെഫിനറ്റായിട്ടും നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ വേൾഡ് കറൻസി ആയിട്ടൊരു പർട്ടിക്കുലർ US ഡോളറിനെ അംഗീകരിച്ച് കഴിയുമ്പോൾ എല്ലാവരും തമ്മിൽ വിനിമയം നടത്തുന്ന ഒരു കോമൺ കറൻസിയാണ്. അപ്പോൾ ഭാരതത്തിന് ഇന്ന് ആ കോമൺ കറൻസി യൂസ് ചെയ്തേ സാധനങ്ങൾ വാങ്ങിക്കാനും മറ്റുമൊക്കെ പറ്റിയെന്നതല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ എനർജി ഇമ്പോർട്ട്, നമുക്ക് ഇന്ന് ഒരു വലിയ കുതിച്ചുചാട്ടത്തിൽ നിൽക്കുന്ന, നമുക്കിന്ന് എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫോസിൽ ഫ്യൂവൽ എനർജി തന്നെയാണ് നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നത്. വെഹിക്കിൾസ് ആകട്ടെ, അതുപോലെ തന്നെ ഫാക്ടറീസ് ആകട്ടെ, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ട്രാക്ടേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളാകട്ടെ, ഇതെല്ലാത്തിനും നമുക്ക് ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ വിമാനയാത്രയൊക്കെ എന്ന് പറയുന്നത് വളരെയധികം ഒരു എക്സ്പൊണൻഷ്യലായിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണ്. അപ്പം ഭാരതത്തിൻ്റെ ആളുകൾ ട്രാവൽ ചെയ്ത് തുടങ്ങി, റോഡുകൾ മെച്ചപ്പെട്ടു, കൂടുതൽ വെഹിക്കിൾസ് യൂസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നല്ലതാണോ, ഇത് ചെയ്തത് ശരിയാണോ എന്ന് വരെ ചോദിക്കുന്ന ആ ഒരു സന്ദർഭം എത്തിക്കഴിഞ്ഞു. എന്തായാലും ഒരു ഡെവലപ്മെൻറ്റ് ഫേസിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രം, അവരുടെ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി ഉള്ളതുകൊണ്ട് ആ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസിക്ക് കൊടുക്കുന്ന വിലയാണ് നമ്മൾ ഈ പറയുന്ന ഡോളർ. ആ ഡോളറിൻ്റെ വിനിമയ നിരക്ക് നമുക്ക് കൂടുതൽ ഡോളർ ആവശ്യമുള്ളപ്പോൾ വില കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പം എസ്പെഷ്യലി ഈ പറയുന്ന നമ്മുടെ ഓയിൽ എന്ന് പറയുന്ന മേജർ, നമുക്കറിയാം ഇന്ന് ഇറാൻ US യുദ്ധത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഫ്രീ ആയിട്ട് ഇന്ന് ഹോർമുസ് കടലിടുക്ക് വഴി ഓയിൽ ടാങ്കേഴ്സിന് മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അത് വലിയ തോതിൽ നമ്മൾ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ റഷ്യയുമായി ചേർന്ന് റഷ്യയിൽ നിന്ന് ചീപ്പറായിട്ടുള്ള ഇമ്പോർട്ട് വാങ്ങിച്ചത് കൊണ്ട് തന്നെ നമുക്കൊരു വലിയ ഷോക്ക് വന്നിട്ടില്ല. നമ്മളെ രാഷ്ട്രത്തിൽ ഏറ്റവും ചുരുങ്ങിയ വർധനവാണ് പെട്രോളിനും ഡീസലിനും ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള ഇത് നോക്കുകയാണെങ്കിൽ, ബാക്കിയുള്ള രാഷ്ട്രങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ, താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യം വരുമ്പോൾ ആസ് എ സിറ്റിസൺ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പം ആ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും നമുക്ക് യൂസേജ് ഓഫ് ഫ്യൂവൽ, എനർജി യൂസേജ് കുറയ്ക്കുക. 2, നമ്മുടെ വിദേശ നാണ്യങ്ങൾ, വിദേശ യാത്രകൾ, വിദേശ നാണ്യം എവിടെയൊക്കെ ചിലവാകുന്നോ അവിടെയൊക്കെ ഉള്ള ഇതിൻ്റെ ഒരു കുറവുണ്ടാക്കിയെടുക്കുക, സേവ് ചെയ്യുക. ആ സേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്രിട്ടിക്കൽ ഫേസിൽ നിന്ന് നമുക്ക് മാറാൻ ഒക്കുള്ളൂ. അതല്ലാതെ ഇതിനകത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രാഷ്ട്രീയം പറഞ്ഞത് കൊണ്ടോ അതുകൊണ്ട് പ്രയോജനമില്ല. ഇതിപ്പോൾ ഇതിനകത്തൊരു കെടുകാര്യസ്ഥതയാണെന്നോ, അല്ലെങ്കിൽ ഇത് പണ്ട് നരേന്ദ്രമോദി
പ്രധാനമന്ത്രി അല്ലാതിരുന്നപ്പോൾ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്നോ ഇതൊന്നും ഒരു കാര്യമല്ല. ഇന്ന് നിങ്ങളെയും എന്നെയും ബാധിക്കുന്ന നമ്മുടെ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ക്രിയേറ്റീവായിട്ട് പ്രൊആക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാനൊക്കും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഒരു വലിയ കാര്യം. അപ്പോൾ വിദേശത്ത് പോയി പഠിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ മിഡിൽ ഈസ്റ്റിലുണ്ടായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. ഇന്ന് റെമിറ്റൻസസിന് വരെ നമുക്ക് ഒരു ഡ്രോപ്പ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വേൾഡ് എക്കോണമി തന്നെ ഒരു ഷേക്കപ്പിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ സൂക്ഷിച്ചും മാത്രമേ നമ്മുടെ ഈ പറയുന്ന വിദേശത്ത് നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് ഒരു മിതത്വം ഉണ്ടാകുക, അവോയ്ഡ് ചെയ്യുക കഴിയുന്നതും സ്വദേശി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈവൻ ബ്രാൻഡ്സ് പോലും നമുക്ക് മനസ്സിലാക്കാം, ഇന്ന് വിദേശ ബ്രാൻഡുകൾ ഇവിടെ യൂസ് ചെയ്യുന്നതിന് പണം നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ വിദേശ ബ്രാൻഡുകൾ പോലും നമ്മൾ ഒഴിവാക്കാൻ ഒക്കുമെങ്കിൽ ഒഴിവാക്കുക, സ്വദേശിയായിട്ടുള്ള ബ്രാൻഡുകൾ യൂസ് ചെയ്യുക, വിദേശ നാണ്യം സേവ് ചെയ്യുക. ലിറ്റിൽ മിക്കിൾ മേക്ക് എ മക്കിളിലാണ്. നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും ഈ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നാൽ നമ്മുടെ നേഷന് വലിയ തോതിലുള്ള ഒരു പുരോഗതി ഉണ്ടാകും. ഈ ഒരു ഡിഫിക്കൽട്ട് കാലഘട്ടം മറികടക്കാൻ സാധിക്കും. താങ്ക് യു.